മുല്ലപ്പെരിയാർ ഡാം എൻ്റെ മനസ്സിലൊരു ഇടിമുഴക്കം പോലെയാണ്. സുരേഷ് ഗോപി പറഞ്ഞതാണ്. സത്യത്തിൽ സുരേഷ് ഗോപിയുടെ പല വാക്കുകളും പല പ്രവൃത്തികളും നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപിയുടെ ഇടപെടൽ അത് വലിയ രീതിയിൽ ചർച്ചയായി. പിന്നീട് ഇടതുപക്ഷ സർക്കാരിന് ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ട അവസ്ഥ വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഏകദേശം നേരത്തെ 35 ലക്ഷം ജനങ്ങളെന്ന റസൽ ജോയി പറഞ്ഞു. പിന്നീട് അത് 1 കോടിയിലധികം ജനങ്ങളെന്ന് പറയുന്നു. 7 ജില്ലകൾ ഒലിച്ചു പോകുമെന്ന് പറയുന്നു. ജനങ്ങൾ വലിയ സങ്കടത്തിലും ബുദ്ധിമുട്ടിലും ദുരിതത്തിലുമാണ്. കാരണം ഒരു ദുരന്തം ഏത് നിമിഷവും നമ്മളെ തേടി വരാം എന്നുള്ളൊരു അവസ്ഥയിലാണ്. അക്കാര്യത്തിലും സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ള ഒരു തീരുമാനം എത്തി നിൽക്കുന്നു. എപ്പോഴും മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആശങ്ക. സുരേഷ് ഗോപിയുടെ ഇടപെടൽ, സുരേഷ് ഗോപി എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും അതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ അതിന്റെ പുറകെ ഉണ്ടാകും എന്നുള്ളത് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഇക്കാര്യത്തിൽ എന്തായിരിക്കും ഒരു തീരുമാനം, എന്തായിരിക്കും സംഭവിക്കാൻ? കാലാകാലങ്ങളായി ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ പൊട്ടുകയോ പൊട്ടാകാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട്, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഭീതിയിലാണ്. കേരളത്തിലെ ഈ പറയപ്പെടുന്ന ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, നമ്മുടെ കോട്ടയം, പിന്നെ തൃശ്ശൂരിന്റെ ഒരു ഭാഗം, ഇത്രയും ജില്ലകളിലേക്ക് ബാധിക്കപ്പെടുന്ന ഒരു വലിയ വിഷയമാണ്. റസൽ ജോയ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്രയും ജില്ലകളെ മാത്രം ബാധിക്കുന്നതല്ല. നോക്കൂ, 15 TMC വെള്ളം മുല്ലപ്പെരിയാർ ഡാമിലുണ്ട്. ആ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വന്നാൽ ചെറുതോണിയിലെയും ഇടുക്കിയിലെയും അടക്കമുള്ള ഡാമുകൾ കൂടി തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. കാരണം വെള്ളം മാത്രമല്ല ഒഴുകി വരിക. ഇത് ഗ്രാവിറ്റി ഡാമാണ്, പാറ അടക്കം. ഈ പാറ അടക്കമാണ് ഈ ഗ്രാവിറ്റി ഡാം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാറയും മരങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ചെളി. ഇത്രയും നൂറ്റാണ്ട്, ഒരു 135 വർഷമായി ഇതിൽ അടിഞ്ഞിരിക്കുന്ന എക്കൽ ശേഖരമുണ്ട്, ചെളിയുണ്ട്. ഈ ചെളി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് വെറും ചെളിയല്ല. ഇത് നമ്മുടെ കൃഷിയിടങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും അടിക്കുന്ന കളനാശിനി, കീടനാശിനി പോലെയുള്ള കെമിക്കലുകൾ അടങ്ങുന്ന ആസിഡ് സ്വഭാവമുള്ള ചെളിയാണ് ഇതിൽ അടിഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം കൂടി ഇടിച്ചു കുത്തി വരുമ്പോൾ കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തുമുള്ള രാസ പ്ലാന്റുകളുണ്ട്, കെമിക്കൽ പ്ലാന്റുകളുണ്ട്. ഇവ തകരും. ഇവ തകർന്നാൽ വിഷവാതകം അന്തരീക്ഷത്തിലേക്ക് കടക്കും. ഇത് കാറ്റിലൂടെ തമിഴ്നാട് വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് റസൽ ജോയെ പോലെയുള്ളവർ പറയുന്നത്. പിന്നെ കൊച്ചിയിലുള്ള റിഫൈനറി പോലെയുള്ള പെട്രോളിയം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, വരുന്ന പമ്പുകളുണ്ട്, പെട്രോളിയം നിറച്ച വാഹനങ്ങളുണ്ട്, ഗ്യാസ് പ്ലാന്റുകളുണ്ട്. ഇവയെല്ലാം തകരുന്ന ഒരവസ്ഥ വന്നാൽ, ഇത് വെള്ളത്തിലേക്ക് ലീക്കായാൽ അറബിക്കടലിൽ വരെ ജലത്തിന്റെ ഉപരിതലത്തിൽ പെട്രോളിയം പ്രോഡക്റ്റുകൾ നിന്ന് കത്തും എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇത്രയും ഭീകരമായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്നാണ് പറയുന്നത്. ഇനി ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നമ്മളും പ്രാർത്ഥിക്കുന്നതാണ് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ എന്തിനാണ് മലയാളികൾ ഈ 5-6 ജില്ലയിൽ കിടക്കുന്ന ആളുകൾ ഈ ഓരോ ദിവസവും ഭയത്തോടെ കിടന്നുറങ്ങേണ്ടത്? ആ ഭയം ഒഴിവാക്കേണ്ടത് ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരുകളുടെ പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. അപ്പൊ ഇടതനും വലതനും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിൻവാങ്ങും. ഇവിടെ സ്റ്റാലിൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇപ്പുറത്തെ പിണറായി വിജയൻ, രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ കക്ഷികളാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവ് ഇവരെ രണ്ടുപേരെയും വിളിച്ച് ചർച്ച ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അയാൾ അതിന് തയ്യാറാവുന്നില്ല. അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. തമിഴ്നാടിന് സ്വാഭാവികമായിട്ടും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അനുകൂലമായ ഒരു ചർച്ചയെങ്കിലും നടന്നാൽ അത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയപരമായി ബാധിക്കപ്പെടും എന്ന് കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക് അറിയാം. എന്നാൽ പിണറായി വിജയന് പോയിട്ട് സ്റ്റാലിനോട് സംസാരിക്കാം. എന്റെ നാട്ടിലെ എന്റെ പ്രജകളുടെ നീ പ്രജാന്ന് വിളി, അല്ലെങ്കിൽ നിങ്ങളുടെ അടിമകളെന്ന് വിളി, അവരെ സംരക്ഷിക്കണം, അവരുടെ ഭീതി അകറ്റണം. വയനാട്ടിൽ നോക്കൂ, ഒരു മലയുടെ ഒരു ഭാഗം കുത്തിയൊലിച്ചു വന്നപ്പോ, ഇന്നലെ കണ്ടൊരു റിപ്പോർട്ടാ, ഇത് കുത്തിയൊലിച്ചു വന്നപ്പോ ഒന്നാമത്തെ പൊട്ടലിൽ മരവും മണ്ണും എല്ലാം കൂടി വന്ന നദിയുടെ ഒരു ഭാഗത്ത് കെട്ടിക്കിടന്നു. വെള്ളം താഴെ ഒഴുകിയില്ല. ഈ വെള്ളം അവിടെ സംഭരിക്കപ്പെട്ടു. രണ്ടാം പൊട്ടലിന്റെ പ്രഷറിൽ ഈ കെട്ടിനിന്ന വെള്ളവും വന്ന വെള്ളവും കൂടി ഒരുമിച്ച് പൊട്ടി ഒലിച്ച് വന്നപ്പോഴാണ് ഈ അതിഭീകരമായ അപകടമുണ്ടായത്. ഒരു 2-3 വാർഡുകളിൽ ഒരു വലിയ 2-3 ഗ്രാമങ്ങൾ ഒലിച്ചു പോയെങ്കിൽ ഈ 15 TMC വെള്ളവും എല്ലാം കൂടി പൊട്ടി വരുമ്പോൾ 136 TMC വെള്ളമാണ് കുത്തി ഒഴുകാൻ പോകുന്നത്. അതായത് ഡാമുള്ള മുഴുവൻ വെള്ളം ചേർത്താൽ അത് ഒരു കേരളത്തിന്റെ നടുവേ പിളർക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി പറഞ്ഞു, എന്റെ നെഞ്ചിൽ ഒരു ഇടിമുഴക്കമായി മുല്ലപ്പെരിയാർ നിൽക്കുന്നു. ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ പ്രസംഗിക്കുന്നു. അവിടെ അദ്ദേഹം പ്രസംഗിക്കുന്നു, ഞങ്ങളുടെ തലയ്ക്കുമേൽ ഒരു ജലബോംബ് നിൽക്കുന്നു. അപ്പോ സ്വാഭാവികമായും കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്നുള്ള BJPയുടെ ഏക ജനപ്രതിനിധി, ആദ്യത്തെ ജനപ്രതിനിധി, കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി പറയുന്നു, മുല്ലപ്പെരിയാറിൽ സൂക്ഷ്മ പരിശോധന നടത്തണം. കേന്ദ്ര ജലവിഭവ വകുപ്പിന് അദ്ദേഹം അപേക്ഷ സമർപ്പിക്കുന്നു. സുരേഷ് ഗോപിയുടെ അപേക്ഷ
തള്ളിക്കളഞ്ഞില്ല കേന്ദ്രത്തിന് വേണമെങ്കിൽ ചെയ്യാം. കാരണം എന്താ, തമിഴ്നാട്ടിൽ കേരളത്തിനേക്കാൾ മോശം അവസ്ഥയിലാണ് BJP പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കെ സുരേന്ദ്രനെ അടിക്കാൻ വേണ്ടി ഒതുക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും വാനോളം ഉയർത്തിക്കൊണ്ട് നടന്ന BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്നു തമിഴ്നാട്ടില്. എന്തൊക്കെയാണ് അയാളെ പറ്റി പറഞ്ഞു. അണ്ണാമലൈ IPS കാരനായിരുന്നു എന്ന് വിചാരിച്ച് ജനകീയ നേതാവൊന്നുമില്ല. കെ സുരേന്ദ്രൻ ഇവിടെ ഒരു സീറ്റ് ഉണ്ടാക്കിയെടുക്കുക മാത്രമല്ല ചെയ്തത്, കേരളത്തിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും വോട്ട് ഷെയർ കൂട്ടി. 2 മണ്ഡലങ്ങളിലാണ് ചെറിയ മൈനസ് പോയിന്റിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും BJP വോട്ട് ഷെയർ കൂട്ടി. അത് കെ സുരേന്ദ്രൻ നമ്മൾ അംഗീകരിക്കണം. കെ സുരേന്ദ്രനെ അടിച്ചു താഴ്ത്താൻ വേണ്ടി BJPക്കാർ തന്നെ ഈ പറയപ്പെടുന്ന നമ്മുടെ അണ്ണാമലയ്ക്ക് വലിയ പ്രൊമോഷനാണ് കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സീറ്റ് പോലും ഇല്ല. BJP ഇപ്പം ഈ സൂക്ഷ്മ പരിശോധനയുടെ പേരിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ പ്രസ്താവനകൾ ആരംഭിച്ചു. ഒരു നേതാവ് ചോദിച്ചത്, കോൺഗ്രസിന്റെ ആണെന്ന്, ഒരു നേതാവ് ചോദിച്ചത് സുരേഷ് ഗോപി കേരളത്തിന്റെ മാത്രം മന്ത്രിയാണോ എന്ന്. അല്ല, സുരേഷ് ഗോപി ഭാരതത്തിന്റെ മന്ത്രിയാണ്, ഭാരതത്തിന്റെ സഹമന്ത്രിയാണ്. പക്ഷേ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലെങ്കിൽ പോലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കിടക്കുന്ന മലയാളികളോട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനകീയനായ മനുഷ്യസ്നേഹിയായ രാഷ്ട്രീയ നേതാവിനുള്ള പ്രതിബദ്ധതയുടെ ഫലമാണ് ഈ പറയപ്പെടുന്ന കേന്ദ്ര ജലവിഭവ വകുപ്പ് മുല്ലപ്പെരിയാറിൽ ഈ സൂക്ഷ്മ പരിശോധന നടത്തുവാനുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിക്കും. പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല. മുല്ലപ്പെരിയാറിൽ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഇത് മനസ്സിലാക്കണം. അഡ്വക്കേറ്റ് റസൽ ജോയി സുപ്രീം കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യാനല്ല. അദ്ദേഹം അവിടെ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ സൂക്ഷ്മ പരിശോധന വിദേശത്തു നിന്നുള്ള ഏജൻസികളെ കൊണ്ട് നടപ്പിലാക്കണം. അവരെന്താണോ പറയുന്നത്, അവരത് പൊളിക്കാൻ പറഞ്ഞാൽ പൊളിക്കണം, അല്ല നിലനിർത്താൻ പറഞ്ഞാൽ നിലനിർത്തും. ഇതാണ് കേസ്. റസൽ ജോയി കൊടുത്തിരിക്കുന്ന കേസാണ്. കേരള സർക്കാർ കൂടി റസൽ ജോയിക്കൊപ്പം കക്ഷി ചേർന്നാൽ മതി എന്നാണ് റസൽ ജോയി പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ. അപ്പൊ സ്വാഭാവികമായും സൂക്ഷ്മ പരിശോധന നടത്തുന്നു. ഈ ഡാമിന് യാതൊരു വിധമായ പ്രശ്നവുമില്ല എന്ന് ഈ പരിശോധനാ ഫലം വന്നാൽ നമുക്ക് സമാധാനമായി സമാധാനത തുടങ്ങാം. പൊട്ടില്ല. ഈ വാർത്തകളോടെ നിൽക്കും. അതല്ല ഇന്ന അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ഇവിടെ ഒരു ഡാം മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല എന്നാണ് പലരും ആരോപിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഡാം മാനേജ്മെന്റ് സിസ്റ്റം ഉള്ള ഏജൻസി കൊണ്ടുവന്ന് പഠനം നടത്തുകയാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഡാമിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇത് സുരക്ഷിതമാണ്, അടിത്തട്ട് സുരക്ഷിതമാണ് എന്ന് പറയുക. ഓക്കെ, ചെയ്യുക. അതല്ല, ഡാം അതീവ ഗുരുതരമാണ്, പോംവഴികളുണ്ട്, ടെക്നോളജി ഉണ്ട്, താഴെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, തമിഴ്നാടിനെ കൂടി കൂടെ നിർത്തിക്കൊണ്ട് അവിടെ പുതിയ ഡാം നിർമ്മിക്കാം. സ്വാഭാവികമായിട്ടും ആ ഡാം നിർമ്മിച്ച് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്തതിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ് റസൽ ജോയി നിൽക്കുന്ന അതേ സംഘടന തന്നെ മറ്റു പല വഴികളും പറയുന്നു. ഇതിനു മുകളിൽ നിൽക്കുന്ന കക്കി ഡാമിൽ നിന്ന് 50 കിലോമീറ്റർ പെൻസ്റ്റോക്ക് പൈപ്പ് വലിച്ചാൽ ഈ പറയപ്പെടുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ പെൻസ്റ്റോക്കിലേക്ക് കണക്ട് ചെയ്യാമെന്നും അതുവഴി കക്കി ഡാമിൽ നിന്ന്, അതായത് മുല്ലപ്പെരിയാറിനേക്കാൾ വലിയ ഡാമായ പത്തനംതിട്ട ജില്ലയിലെ കക്കി ഡാമിൽ നിന്ന് തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുവാൻ സാധിക്കുമെന്ന് ഈ റസൽ ജോയി അടക്കമുള്ളവർ പറയുകയാണ്. രോഹിത്, അതിനിടയിൽ ഇപ്പോൾ BJP 2 തവണയായി കേന്ദ്രം ഭരിക്കുന്നുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചില്ല എങ്കിൽ പോലും സുരേഷ് ഗോപി MP ആയ ഒരാളാണ്. എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഇതിനു മുൻപേ മുല്ലപ്പെരിയാർ വിഷയത്തിൽ, കാരണം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആശങ്കയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷം ഇത്തരം ഇടപെടലുകൾ? നോക്കൂ, ഒരു ആൾ അയാളിനി എന്തോ ആയിക്കൊള്ളട്ടെ, ഇപ്പൊ കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതും എന്നാൽ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അല്ലാതിരിക്കുന്ന സമയത്ത് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പാർട്ടിയോടല്ല ആരോടായാലും. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയക്കാരനല്ല, സിനിമാക്കാരനാണ്, ജനകീയനാണ്. സ്വാഭാവികമായിട്ട് BJP സീറ്റ് കൊടുക്കുന്നു. അവിടെ നിന്ന് ഇദ്ദേഹം നിൽക്കുന്നിടത്ത് വോട്ട് ഷെയർ കൂട്ടി വന്നപ്പോഴാണ് ഇയാൾക്ക് BJPക്ക് പ്രിയപ്പെട്ടവരാവുന്നത്, നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളാവുന്നത്. അന്ന് പറയുന്ന പോലെ അല്ല. BJP അക്കൗണ്ട് തുറപ്പിച്ച് അദ്ദേഹത്തിന്റെ പ്രിവിലേജ്, കേരളത്തിലെ ആദ്യത്തെ BJP വർഷങ്ങൾ കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പതിറ്റാണ്ടുകൾ കൊണ്ട് ശ്രമിച്ചിരിക്കുന്ന ഒരു സാധനത്തെ സാധ്യമാക്കിയിട്ടാണ് വന്നതെന്ന് ചോദിക്കുന്നത്. ആ പ്രിവിലേജ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അവിടെ പറയുന്നത് എന്റെ ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണം. സ്വാഭാവികമായിട്ടും കേന്ദ്രം അവിടെ അംഗീകരിച്ചു കൊടുക്കണം. ഇതിനകത്ത് BJPക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിൽ വെക്കാൻ കഴിയും. സുരേഷ് ഗോപി ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പറയില്ല. വേണമെങ്കിൽ കെ സുരേന്ദ്രനും ടീമിനും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകണം. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. നോക്കൂ, ഇടതിനും വലതിനും കാലാകാലങ്ങളായി ഇത് വെച്ച് ജീവിക്കുവാനേ. വോട്ട് ബാങ്കാണിത്. ഈ മനുഷ്യനെ പാനിക്കാക്കിയത് ആരാ? ഈ പറയപ്പെടുന്ന പിണറായി വിജയനും ശയ്യാവലംബനായി കിടക്കുന്ന VS അച്യുതാനന്ദനും അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കളാ. ഇവരാണ് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് പോയി മനുഷ്യച്ചങ്ങല പിടിച്ചത്. എന്നിട്ട് ഇപ്പൊ പറയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവന്റെ പേര് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവരാണ് മനുഷ്യനെ പാനിക്കാക്കിയത്. മുല്ലപ്പെരിയാർ മനുഷ്യച്ചങ്ങല പിടിച്ചത് ഇവരാണ്. ഇന്ന് ജലവിഭവ മന്ത്രിയായിരിക്കുന്ന റോഷിയേഴ്സിനും ഒക്കെ അടക്കം അത് നിരാഹാരം കിടന്ന ആളുകളാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ BJPക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? മുല്ലപ്പെരിയാർ വിഷയത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തി വേണ്ടുന്ന നടപടികളിലേക്ക് കേന്ദ്രം പോയാൽ ഈ പറയപ്പെടുന്ന ഇടുക്കിയിലും ഈ ബാലികേറാമല പോലെ BJPക്ക് മുന്നിൽ നിൽക്കുന്ന ഇടുക്കിയിലും കോട്ടയത്തും എറണാകുളത്തും ആലപ്പുഴയിലും അടക്കം BJPക്ക് ഇത് പറഞ്ഞ് വോട്ട് ചോദിക്കാം.
ഓക്കെ, ഇപ്പൊ പാലക്കാട് ഒരു 3806 കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നത് എന്തുകൊണ്ടാ? അവർക്ക് വോട്ട് ചോദിക്കാൻ കാരണങ്ങൾ വേണം. തൃശ്ശൂരിൽ ഒരു MP കൊടുത്തു, ആ MP പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തെ എന്തും പറഞ്ഞോട്ടെ. ഒരുപക്ഷെ മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളോട് എനിക്ക് എതിർപ്പുണ്ട്, പക്ഷെ തിരിച്ചും മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള നിലപാടോട് എനിക്ക് എതിർപ്പുണ്ട്, എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു പരിഹാരം ഇതുകൊണ്ടുണ്ടാവുകയാണെങ്കിൽ തൃശ്ശൂരുകാർ ചെയ്ത ഏറ്റവും വലിയ പുണ്യം, ഏറ്റവും കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനമായിരിക്കും സുരേഷ് ഗോപിക്ക് നൽകിയ ഓരോ വോട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് നന്ദി പറയേണ്ടത് വടകരയിൽ നിന്ന് തൃശ്ശൂർ വന്ന് മത്സരിച്ച കെ മുരളീധരനോടുമായിരിക്കും. തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയിലൂടെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.